ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദാറ്റ് ഇസ് ഫ്രം സർക്കിൾ. അവിടെ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാണ് തന്നേക്കുന്നത്. അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ടൈപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ പ്രാവശ്യം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടല്ലോ. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. നൗ ലിസൺ. ഹിയർ ഓൺലി വൺ ആംഗിൾ ബി ഈസ് ഗിവൺ. ആംഗിൾ ബി എവിടുത്തെ ആംഗിളാ? സർക്കംഫറൻസിലെ ആംഗിളാണ്. നോക്കിക്കേ, സെയിം എ സി കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ് ആര്? വൈ. ദെർഫോർ ബി 50 ആണെങ്കിൽ y 100 ആയിരിക്കും. കാര്യം എന്താണ്? സെൻട്രൽ ആംഗിള് സർക്കംഫറൻസ് ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും. ഓക്കെ ആയോ? ഇനി അടുത്തത് പറയുന്നത്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് ഫോം ചെയ്യുന്നത് എ സി എന്ന കോഡും എ ക്യു എന്ന് പറയുന്ന ടാൻജൻറ്റും കൂടെ ചേർന്ന ദ കോഡ് ആൻഡ് ദ ടാൻജൻറ്റ് മേക്സ് ആൻ ആംഗിൾ എക്സ്. ദെൻ അടുത്ത എന്താണ് തിയറം പറയുന്നത്? ഈ സെയിം കോഡ് ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ട്രയാങ്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ബി അല്ലേ? അപ്പോൾ ഈ എക്സും ആര് തന്നെ ആയിരിക്കും? 50 തന്നെ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ മിസ് വരയ്ക്കാം. ഇത് സർക്കിള്, കോഡ്, മനസ്സിലാകുന്നോ? കോഡും ടാൻജൻറ്റും കൂടെ മേക്ക് ചെയ്ത ആംഗിളാണ് ഇവിടെ എക്സ്. ഈ സെയിം കോഡ് സർക്കംഫറൻസിൽ മേക്ക് ചെയ്ത ആംഗിളാണ് 50. അപ്പോൾ ഈ 50 തന്നെ ആയിരിക്കും എക്സ് ഈക്വൽ ടു 50. ഇസ് ഇറ്റ് ഓക്കെ? നൗ ദ തേർഡ് വൺ ഈസ് ഇസഡ്. ഇസഡ് ആണെങ്കിൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി. ഒ എ ഈസ് ഈക്വൽ ടു ഒ സി. ദാറ്റ് മീൻസ് ഒ എ സി ഈസ് ആൻ ഐസോസലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ബാക്കി എയും ഈ സ്മോൾ സിയും കൂടെ ചേർന്ന് 80 ആണ്. അപ്പം ഈച്ച് വൺ ഈസ് ഫോർ ആൻ ഐസോസലസ് ട്രയാങ്കിൾ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ദെർഫോർ ഇസഡ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. എഴുതണം, റീസൺ എഴുതണം ഫോർ ആൻ ഐസോസലസ് ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കൊസി സ്ക്വയർ തീറ്റ പ്ലസ് സി സ്ക്വയർ തീറ്റ ഈസ്. ഓപ്ഷൻ 4 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് പ്രൂവ് ചെയ്തു. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ ഹൗ ക്യാൻ യു റൈറ്റ് കൊസി സ്ക്വയർ തീറ്റ? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. ഓക്കെ, പ്ലസ് സി സ്ക്വയർ തീറ്റ ഈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഈസ് ഇറ്റ് ഓക്കെ? ദെൻ വി ക്യാൻ റൈറ്റ്, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 1 പ്ലസ് 1 2. പക്ഷേ ഞാൻ ഈ 2നെ 2 ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്ന് എഴുതുന്നു. ഞാൻ എന്തെഴുതി? 2നെ ഞാൻ ടാൻ ഇൻറ്റു കോട്ട് ആഡ് ചെയ്തു. വാട്ട് ഈസ് ടാൻ ഇൻറ്റു കോട്ട്? ആർക്കെങ്കിലും പറയാമോ? ടാൻ മീൻസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് മീൻസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ? രണ്ടും കട്ടാവുമ്പോൾ യു വിൽ ഗെറ്റ് 1. അതുകൊണ്ട് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ തീറ്റ കോട്ട് തീറ്റ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. കണ്ടോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇസ് ഇറ്റ് ഓക്കെ? നൗ ഇനിയും നമുക്കറിയാം ഈ വർഷങ്ങളിലൊക്കെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെട്ടെന്ന് മിസ് വായിക്കാം. ഫോർ എ കളക്ഷൻ ഓഫ് 11 അറേഞ്ച്ഡ് ഡേറ്റ ദ മീഡിയൻ ഈസ് ദ മിഡിൽ സ്കോർ. അവരൊറ്റ സെൻറ്റൻസ് തന്നേക്കുന്നു. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ മീഡിയൻ? ഫസ്റ്റ് വി അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ ടു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. മീഡിയൻ ഈസ് ദ മിഡിൽ വൺ. ദെർഫോർ അസേർഷൻ ഈസ് ട്രൂ. ഇസ് ഇറ്റ് ഓക്കെ? ദെൻ ദ സെക്കൻഡ് വൺ റീസൺ തന്നേക്കുന്നത് കുറച്ച് ഒബ്സർവേഷൻ അവർ തന്നിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു മീഡിയൻ 13 ആണെന്ന്. അവരുടെ ആൻസർ മീഡിയൻ 13 ആണ്. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് യു അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ ടു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. 5, 7, 9, 10, 10. 2 10 ഉണ്ടായിരുന്നു. 10, 10.
11, 13. Then median is the middle one. നോക്കിക്കേ, ഒട്ടും അറിയാത്തവർ ഇങ്ങോട്ട് നോക്കിയോ. 5, 7, 3 മൂന്നെണ്ണം ഇങ്ങോട്ട് മാറ്റി. 10, 11, 13 മൂന്നെണ്ണം അപ്പുറത്തെ സൈഡ് മാറ്റി. വിച്ച് ഈസ് ഇൻ ദ മിഡിൽ? 10. If two numbers are in the middle, take the average. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? അസർഷൻ ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. കണ്ടോ? ഓക്കെ ആയോ അസർഷൻ എന്താണെന്ന്? ഇനി ഒരു അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അനാലിസിസ്. വെൻ എ ഡൈ ഈസ് കോസ്റ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ തന്നേക്കുന്ന പോലെ ഒരു ഡൈ, നമുക്കറിയാം ഡൈക്കകത്ത് 6 ഫേസസാണ്. ദെൻ the figure, the ratio of the probability of getting a composite number to the probability of getting a prime number is. അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നു? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കോമ്പോസിറ്റ് നമ്പർ. ഈ 1, 2, 3, 4, 5, 6-നകത്തെ കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നറിയാമോ? പ്രൈം അല്ലാത്തത്. ഇനി പ്രൈം അല്ലാത്തത് പ്രൈം എന്താണെന്നറിയാമോ? 2, 3, 5 ആണ് പ്രൈം. അതിൻ്റെ ടേബിളിൽ 1 into 2 മാത്രമേ എഴുതാൻ പറ്റൂ. 1 into 3, 5 into 1 ഇങ്ങനെ എഴുതാൻ പറ്റൂ. പക്ഷേ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 4-നെ എങ്ങനെ എഴുതാം മോളെ? 1 into 4 എന്നും എഴുതാം, 2 into 2 എന്നും എഴുതാം. 6-നെ എങ്ങനെ എഴുതാം? 1 into 6 എന്നും എഴുതാം, 3 into 2 എന്നും എഴുതാം അല്ലേ? അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ 2. അപ്പോൾ കോമ്പോസിറ്റ് നമ്പറിൻ്റെ പ്രോബബിലിറ്റി എഴുതിക്കേ 2/6. സമ്മതിച്ചോ? ടോട്ടൽ ഡൈയുടെ 6 ഫേസസ് 2/6, 1/3 കട്ട് ചെയ്യണ്ട. ദെൻ ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. 3 പ്രൈം നമ്പർ ഉണ്ടായിരുന്നു, 3/6. അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. The probability of getting a composite number to the probability of getting a prime number. ചെയ്തേ. 2/6/3/6. 6ഉം 6ഉം വെട്ടിപ്പോയി. വാട്ട് ഇസ് ദ റേഷ്യോ? 2/3. ദ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത് 2:3. ഓക്കെ, 4 questions finished. ഇനി നമുക്കുള്ള ഒരു മെയിൻ ചാപ്റ്റർ ആയിരുന്നു ലോക്കസ് ഓഫ് എ പോയിന്റ്. വാട്ട് ഇസ് ദ ലോക്കസ്? ദ പാത്ത് ട്രേസ്ഡ് ഔട്ട് ബൈ എ മൂവിങ് പോയിന്റിന് വിളിക്കുന്ന പേരാണ് ലോക്കസ്. മനസ്സിലായോ? ദ ലോക്കസ് ഓഫ് എ മൂവിങ് പോയിന്റ് ഈസ് ഡാഷ് ഇഫ് ഇറ്റ് മൂവ്സ് സച്ച് ദാറ്റ് ഇറ്റ് കീപ്സ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിലോട്ട് വരയ്ക്കുന്ന മൂവിങ് പോയിന്റ് ഫോം എ സർക്കിൾ. കണ്ട? ദാറ്റ് ഈസ് ദ ആൻസർ. നിങ്ങൾക്കറിയാം ഇനി എന്താണ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്? അത് സർക്കിളാണ്. സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് സർക്കിളാണ് അല്ലേ? 2 തിയറം ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെക്സ്റ്റ് വൺ ഞാൻ ചെയ്തങ്ങ് ഇട്ടു. എ കൈറ്റ് 60 meter away makes an angle 30 degree. Find the length of the string. നിങ്ങൾ വിചാരിക്കും ചെറിയ പ്രോബ്ലം ആണെന്ന്, പക്ഷെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും, അതുകൊണ്ടാണ്. ഓക്കെ, എ കൈറ്റ് 60 meter away makes an angle 30. Find the length of the string. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കടപ്പുറത്ത് പോയി പട്ടം പറത്തുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പട്ടം ചരിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ലെങ്ത്, കേട്ടല്ലോ. Therefore, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. ആര് പറയും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്? കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചു എപ്പോഴും എല്ലാം ടാൻ ആണോന്ന്. അതുകൊണ്ടാണ് മിസ് ഈ ക്വസ്റ്റ്യൻ എഴുതിയത്. Then write here, opposite by hypotenuse is sine 30. What is the value of sine 30? Yes, 1/2 equal to 60 by x. X equal to 120 meter. Okay. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ വിച്ച് ഈസ് 45 meter away മേക്സ് ആൻ ആംഗിൾ 30 degree. അപ്പം നിങ്ങൾക്കറിയാം ടവർ എപ്പോഴും ഓർത്തോണം, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഫിഗർ വരിക എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളേ വരത്തുള്ളൂ അല്ലേ? ഇന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നും പറഞ്ഞാൽ ട്രിഗ്നോമെട്രി പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഹൈറ്റാണ്, ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ടയർ വിച്ച് ഈസ് 45 meter away. അപ്പം ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ വേണേൽ ABC ഒക്കെ കൊടുക്കാം. ദെൻ വാട്ട് ഇസ് ദ ഫോർമുല ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്? ആര് പറയും പെട്ടെന്ന് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്? യെസ്, tan 30. h/45 കിട്ടിയോ നോക്കാം. വാട്ട് ഈസ് tan 30? tan 30 1/√3. മറക്കരുത്, 3 വാല്യൂ ഒന്നുകൂടെ പറഞ്ഞേ. tan 30 1/√3, tan 45 1, tan 60 √3. നമുക്കിത് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിന് വേണ്ടി വരും 1/√3, 1√3. മിസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്ന ആൻസർ നിങ്ങൾ നോക്കിന്.
ഇവിടെ 45/√3 വന്നു, ഞാൻ റാഷണലൈസ് ചെയ്തു. √3/√3 15√3. അപ്പോൾ ഇത് CBSE-ക്കാർക്കാണ് 15√3 വരെ മതി. പക്ഷെ നമുക്കാണ് ICSE-ക്കാർക്കാണ് 15 × 1.732 = 25.98. ഓക്കെ. ഇനി അടുത്ത ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇഫ് ദ മീൻ ഓഫ് ദ ഫോളോയിങ് ഈസ് 54, മീൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് പി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സമയങ്ങളിലെല്ലാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നവരല്ലേ, അപ്പം നിങ്ങളിത് കണ്ടായിരുന്നോ? ക്ലാസ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. ഫ്രീക്വൻസിക്കകത്താണ് ഒരു പി വന്നത്, അൺനോൺ ഫ്രീക്വൻസി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനത്തെ മീൻ തന്നിട്ട് ഫ്രീക്വൻസി ചോദിച്ചാൽ ഫൈൻഡ് എക്സ് എഴുതി. എന്താണ് 10? എന്താണ് 10 എന്ന് പറഞ്ഞ് മനസ്സിലായോ? 0ക്കും 20ക്കും മിഡ് വാല്യൂ. ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. 0 + 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 20ക്കും 30ക്കും ഇടയ്ക്ക് 30, 40ക്കും 60ക്കും ഇടയ്ക്ക് 50, അങ്ങനെ അങ്ങ് പോകും. എപ്പോഴും ഓർത്തോണം, ഇവിടെ FX ഡയറക്റ്റ് മെത്തേഡാണ് ചെയ്യുന്നത്. 7 × 10 70, 30 × P 30P, 50 × 10 500, 9 × 70 630, 13 × 90 1170. ആഡ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. 2370 പ്ലസ് ഇവിടെ ഒരു 30P. കണ്ടോ, അത് ഈ നമ്പറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു 39 പ്ലസ് ഒരു P കിട്ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫോർമുല? എക്സ് ബാർ സിഗ്മ FX ബൈ സിഗ്മ F. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 54 തന്നിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണാമോ? സ്റ്റെപ്പ് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടോ മിസ്സ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, പി കിട്ടി എനിക്ക് 11. പോയിൻ്റൊന്നും ഒരിക്കലും കിട്ടില്ല എന്ന് ഓർത്തോണം കേട്ടോ. ഫ്രീക്വൻസിയാണ്, ഹോൾ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് P = 11. നെഗറ്റീവ് നമ്പർ കിട്ടത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഫ്രീക്വൻസിയാണ് ചോദിച്ചേക്കുന്നത്. കോപ്പി ചെയ്തോ നോക്കിയേ. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനും വരാം കേട്ടോ. എന്താണ് മിസ്സിൻ്റെ പടമൊന്നും അത്ര അല്ലേ മിസ്? ഫ്രം ദ ഫിഗർ റൈറ്റ് ദ ഫ്രീക്വൻസി ടേബിൾ. ഈ ഫിഗറിൽ നിന്ന് ഫ്രീക്വൻസി ടേബിളും എഴുതണം ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് മീൻ എന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 0 to 15 ഞാനൊരു കിങ്ക് കണ്ടോ, മറക്കരുത്. നമ്മുടെ മീഡിയം വരച്ചാലും മോഡ് വരയ്ക്കുന്ന ഹിസ്റ്റോഗ്രാമിനകത്ത് ഇത്, കാരണം ഇവിടെ 0 മുതൽ 15 വരെ, പിന്നെ ഇത് 15 മുതൽ 25, ഇവിടെ 15, ഇവിടെ 10. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കിങ്ക് കൊടുത്തു. ഓക്കെ, ദെൻ ആരാ എഴുതുന്നത്? ക്ലാസ് എഴുതുമ്പം നോക്കിയോ, ക്ലാസ് എഴുതും മോനെ ബോർഡേ നോക്കിയേ. 15 to 25 എത്ര? 10. കണ്ടോ, ഞാൻ ഉടനെ എഴുതി 15 to 25 10. അടുത്തത് 25 to 35 ആരാ? 20. കാണാമോ? ഓക്കെ, ദെൻ 35 to 45 ഫിഗർ നോക്കിക്കോ. കറക്റ്റായിരിക്കും, നിങ്ങൾക്ക് തരുമ്പോൾ നല്ല നീറ്റ് ഫിഗർ ആയിരിക്കും. 25 കാണാമോ? ദെൻ അടുത്തത് 15 നോക്കണം മോനെ, 15 കറക്റ്റ്. അടുത്തത് 55 to 65 5. എക്സ് തന്നു, ഉടനെ എഴുതണം, കാണാൻ പഠിച്ചു വെക്കണം. ഫോർമുല എന്താണ്? XDFD. XDFD. വാട്ട് ഈസ് എക്സ്? എക്സ് മീൻസ് മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്. മിഡ് വാല്യൂ കാണാൻ ഞാൻ പറഞ്ഞു. 15 + 25, 15 + 25 40, 40യുടെ പകുതി 20. ഓരോന്നും കൂട്ടണ്ട, ലോവർ ലിമിറ്റ് നോക്കിയേ. 15 25 35 45 10 കൂടി വരും. അപ്പോൾ 10 ഇവിടെ കൂട്ടിയാൽ മതി. 20 30 40 50 60. മിഡിലിൽ വരയ്ക്കുക ആണോ? 0 കൊടുക്കുക. ഡി മീൻസ് 0 കൊടുക്കുക. മുകളിലോട്ട് -1 -2. പലരും മുകളിലോട്ട് പ്ലസും താഴോട്ട് മൈനസും കൊടുക്കും. അങ്ങനെയല്ല സാധാരണ. -1 -2 മുകളിൽ 1 2. ദെൻ F × D. മിസ് പറയുന്ന പോലെ എപ്പോഴും Fൻ്റെ അവിടെ കൈ വെച്ചോണം. F × D. പലരും X × D ചെയ്യും. അല്ല, F × D. -20 -20. 15 × 1 15, 5 × 2 10. സിഗ്മ FD എന്ന് പറയുമ്പോൾ മൈനസ് എല്ലാം കൂടെ കൂട്ടി -40. ഇവിടെ 25 കിട്ടി, -15 കിട്ടി.
ദെൻ വാട്ട്സ് എ ഫോർമുല? 100% ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വന്നേച്ച് കമൻറ്റ് ചെയ്യണം, മിസ്സ് പറഞ്ഞ ഒന്നുമില്ലായിരുന്നു. 3 മാർക്സ് ക്വസ്റ്റ്യനാണ്. എക്സ് ബാർ ഈസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. എ എന്ന് പറയുന്നത്, ഞാൻ സാധാരണ ഇങ്ങനെ പിള്ളേരോട് പറയും, വരച്ച ക്ലാസ്സിൻ്റെ എക്സ് നിങ്ങൾ എവിടെ ഇട്ട് വരച്ചോ അതിൻ്റെ എക്സിന് വിളിക്കുന്ന പേരാണ്. ദാറ്റ് മീൻസ് അസ്യൂംഡ് മീൻ. നമ്മൾ അസ്യൂം ചെയ്തു 40 ആണ് നമ്മുടെ ആൻസർ എന്ന്. അപ്പോൾ 40യുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണും ആൻസർ. ഓക്കെ, 40 പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് കൂട്ടിയപ്പോൾ 75. സി എത്ര? വിട്ട് എങ്ങനെയാണ് കാണുന്നേ? നോക്കിക്കേ മോളെ, 15, 25, 35, 45, 10. കണ്ടോ? കൊടുക്കുമ്പം ഇവിടെ മൈനസ് മറക്കരുത്. 40 മൈനസ് 2 ഈസ് 38. ഓക്കെ, ചെയ്തോ കുഞ്ഞുങ്ങളെ? ഓക്കെ, വെരി ഗുഡ്. ഒരെണ്ണം കൂടെ മിസ്സ് സ്പീഡിൽ പറയട്ടെ. ഫ്രം 25 identical cards, 1, 2, 3, etc. 25, one card is drawn. Find the probability of a prime number, multiple of 3, multiple of 5, multiple of 3 and 5, or 3 or 5. കണ്ടോ? എഴുതിക്കോ. അപ്പോൾ 1 to 25 ആകുമ്പോൾ എസ് 1, 2, 3, etc. 25 എഴുതിയോ? എൻ ഓഫ് എസ് പെട്ടെന്ന് എഴുതി വയ്ക്കണം. 25, 1, 2, 3 അങ്ങ് 25 വരെ നീട്ടി എഴുതണ്ട. 1, 2, 3 കഴിഞ്ഞ് എക്സെട്ര ഇട്ടിട്ട് 25. പ്രൈം നമ്പർ പഠിച്ചു വയ്ക്കണം കേട്ടല്ലോ. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 ഇതിനകത്ത് പെടത്തില്ല. 2, 3, 5, 7 ഇതിനകത്തുള്ളത് എഴുതി. എൻ ഓഫ് എ 9 കിട്ടി. ഗെറ്റിംഗ് എ പ്രൈം നമ്പർ 9/25 കട്ടാകത്തില്ല. കറക്റ്റ് ആൻസർ. അടുത്തത് എന്തുവാ ചോദിച്ചതെന്ന് അറിയാമോ? മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ ടേബിള് 24 വരെ എഴുതി. എൻ ഓഫ് എ 8 ആണോ? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് 8/25. അതും കട്ടാകുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നെന്ന് അറിയാമോ? മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ ടേബിള് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയുന്നത് ഇതാ കേട്ടോ. 5, 10, 15. അപ്പോൾ അവിടെ 5 ഉള്ളൂ. 5/25 എഴുതുമ്പോൾ എന്തോ കൂടെ എഴുതണം. 5 1s 5, 5 5s 1/5 കറക്റ്റ് ആൻസർ. 3 and 5 എന്ന് പറഞ്ഞാൽ 3യുടെയും 5ൻ്റെയും കോമൺ ആരുണ്ടെന്ന് നോക്കണം, മറക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്. 3 and 5. 3യുടെ ടേബിളിലും 15 ഉണ്ട്, 5ൻ്റെ ടേബിളിലും 15 ഉണ്ട്. പിടികിട്ടുന്നുണ്ടോ? 3 and 5 എന്ന് ചോദിച്ചാൽ 15 മാത്രമേ ഉള്ളൂ. Therefore the answer is 1/25. Is it okay? Then അടുത്തത് എന്താണ്? 3 or 5. 3 or 5ൽ 15 മാത്രം 2 പ്രാവശ്യം വന്നു അല്ലേ? നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. 3 or 5 എന്ന് പറയുമ്പം ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 8 + 5 15 ഉണ്ട്. 8 + 5 13 ഉണ്ട്. 13 നിന്ന് 15 രണ്ടിടത്തും ഉള്ളതുകൊണ്ട് അത് കുറച്ചു. അപ്പോൾ 13 - 1 12/25 ആണോ നോക്കിയേ. 3 or 5 എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? 3 or 5 എന്ന് പറഞ്ഞാൽ 2ലെ ഉള്ളത് എടുക്കണം, പക്ഷേ കോമൺ എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. വെരി ഗുഡ്. അടുത്ത സമയത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പ്രപ്പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്തേ. 3 6, 9 x, y 20, 12 z. ഫൈൻഡ് എക്സ് വൈ ഇസഡ് ഇഫ് ദേ ആർ ഇൻ പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്നാണ് ഓർത്തേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, എക്സും വൈയും ആണെങ്കിൽ x/y ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന്. ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്താണ് പഠിപ്പിക്കുന്നത്? x/y ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന്. അപ്പോൾ ഇവിടെ നോക്കിക്കോ. 3/6 = 9/x = y/20 = 12/z എന്ന് എഴുതി. ഫസ്റ്റും സെക്കൻഡും എടുത്തപ്പോൾ എനിക്ക് എക്സ് കിട്ടി. സ്പീഡ് ചെയ്യാൻ വേണ്ടിയാണ് മിസ് ഇത്. ഇനി ഫസ്റ്റും തേർഡും എടുത്തപ്പോൾ എനിക്ക് വൈ കിട്ടി. നോക്ക്, ഫസ്റ്റും തേർഡും എടുത്തപ്പോൾ എനിക്ക് വൈ കിട്ടി. ഫസ്റ്റും ലാസ്റ്റും എടുത്തപ്പോഴെനിക്ക് ഇസഡും കിട്ടി. കറക്റ്റ് ആവുന്നോ നോക്ക്. ഓക്കെ, ഇനി നമുക്ക് GSTക്കകത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. SP of a video is ₹749 including 7% GST. Find the original price. അപ്പോൾ ഇവിടെ എന്താണ്?
ഇൻക്ലൂഡിങ് GST എന്നൊരു ക്വസ്റ്റ്യനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം SP ആണ് തരുന്നത്, LP അല്ല. കേട്ടല്ലോ. ഇൻക്ലൂഡിങ് എന്ന വാക്കുണ്ടെങ്കിൽ എന്താണ് തരുന്നത്? SP = 749, GST rate 7%. Therefore, including term means SP given, then copy this formula. എത്ര പേര് ഓർക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. SP = LP × 1 + R / 100. LPയുടെ സ്ഥാനത്ത് ഞാൻ X കൊടുത്തു. 749 ക്രോസ് 100, 1 + 7/100 ആരാ? 107/100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം I will get 700 rupees. എഴുതിയോ? ഇനി എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് മിസ്സ് റെഗുലർ ഹെക്സഗൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കുക. നോക്കിക്കേ. കൺസ്ട്രക്റ്റ് എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 3.5 centimeter ആൻഡ് ഡ്രോ ഇറ്റ് സർക്കിൾ. എന്താണ് സ്റ്റെപ്പ്? ഫസ്റ്റ് ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് AB. മിസ് വരച്ച് കാണിക്കാം. നോക്കിക്കോണം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ 3 hours പേപ്പർ ആയതുകൊണ്ട് ഹെക്സഗൺ ചോദിക്കാം. ഫസ്റ്റ് യു ഡ്രോ എ ലൈൻ AB. എത്ര കൊടുക്കണം? 3.5. 3 ആണ് 3. ഫ്രം B construct 120 degree. What is the each interior angle of a regular hexagon? 120 degree. മറക്കരുത്, MCQനകത്ത് അതും വരാം. ഇവിടുന്ന് Bയിൽ നിന്ന് ഒരു 120 വരയ്ക്കണം. എങ്ങനെയാണ് മിസ് പഠിപ്പിച്ചേ? കട്ട് ആൻ ആർക്ക് ഓഫ് എനി മെഷർമെൻറ്റ് ഫ്രം ദിസ് കട്ടിങ്. ഫസ്റ്റ് കട്ടിങ് 60, സെക്കൻഡ് കട്ടിങ് 120. കണ്ടോ? ഈ 120യെ മറക്കരുത്. AB കോമ്പസിൽ എത്ര AB എടുത്തോ കോമ്പസ് കൊണ്ട് വേണം BC എഴുതാൻ. വീണ്ടും അവിടെ സ്കെയിൽ കൊണ്ട് 3.5 മാർക്ക് ചെയ്താൽ വരച്ചു വരുമ്പോൾ ഇവിടെ നീളം കൂടിപ്പോവും. കറക്റ്റ് AB ചിലപ്പോൾ നിങ്ങൾക്ക് 3.5 വരപ്പം 3.4 ചിലപ്പോൾ വരച്ച് കാണത്തുള്ളൂ. അപ്പോൾ 3.4 ആണെങ്കിൽ ഈ 3.4 ഇവിടോട്ട് അങ്ങ് എടുത്താൽ മതി. പിന്നെ സിയിൽ നിന്ന് വീണ്ടും ആരെ വരയ്ക്കണം? 120. കണ്ടോ? ഇവിടെ കട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. അപ്പോൾ 1, 2, 3 ആയി. അടുത്തത് ഇവിടെ വീണ്ടും Dയിൽ നിന്ന് വീണ്ടും ഒരു 120. കേട്ടോ? വരച്ച് പോണേ. പിന്നെ ഇങ്ങോട്ട് നീളം കൂടിപ്പോയി, ഇങ്ങനെ വരും. കേട്ടോ? നിങ്ങളത് വരച്ച് കറക്റ്റാക്കി. ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടിടത്ത് വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചോ. ഇനിയും ടു കൺസ്ട്രക്ട് ദ സർക്കിൾ വാട്ട് ടു ഡു? ബൈസെക്ട് എനി 2 sides ആണ് പറയുന്നത്. എന്താണ്? ടു കൺസ്ട്രക്ട് ദ സർക്കിൾ. ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണല്ലോ ഹെക്സഗൺ വരുന്നത്. 1, 2, 3, 4, 5, 6 അല്ലേ? ബൈസെക്ട് എനി 2 sides. ഇപ്പോൾ ഇത് വരയ്ക്കുമ്പം 1. ഡ്രോ ദ മോർ ദാൻ ഹാഫ് എടുത്ത് താഴെ മുകളിലും വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ട്. ഇവിടുന്നും വരയ്ക്കണം. ഇത് ട്രയാങ്കിളിനും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റായ C എന്നോ P എന്നോ എന്തേലും അവിടുന്ന് ഈ ABCD എന്ന് പറയുന്ന വെർട്ടക്സിൽ കൂടെ പോകുന്ന എന്തെടുക്കണം? വെർട്ടക്സിൽ കൂടെ പോകുന്ന ഇങ്ങനെ വരച്ച് വരുമ്പോൾ കറക്റ്റ് കിട്ടും. ഈ PA റേഡിയസ് എടുത്ത് ഇങ്ങനെ വരച്ച് പോയിക്കോ. കണ്ടോ? ഞാൻ കൈ കൊണ്ട് വരച്ചിട്ട് വരും കറക്റ്റ്. ഓക്കെ.